ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ചിക്കൻ പ്ലേറ്റ് റെസിപ്പിയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. റംസാൻ സ്പെഷ്യലായിട്ടും അതേപോലെ ഗസ്റ്റ് വന്നാലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ കിഡിലൻ ഐറ്റമാണ് ഈ റെസിപ്പി. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതിനു വേണ്ടി ഞാനിവിടെ 250 ml മെഷർമെൻറ്റ് കപ്പിൽ 1 കപ്പ് ബോൺലെസ് ചിക്കൻ വളരെ ചെറുതായി അരിഞ്ഞ് ഇവിടെ കഴുകി വൃത്തിയാക്കി വെള്ളം വാലാൻ വേണ്ടി വച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ, 1/2 ടീസ്പൂൺ ഒനിയൻ പൗഡർ. അത് കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം, ഇല്ല എങ്കിൽ ഈ ഭാഗം സ്കിപ്പ് ചെയ്യാം. പിന്നെ തന്തൂരി മസാല ഉണ്ടല്ലോ, അത് 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തു. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കസൂരി മേത്തി, ഇത് ഇത്രയും ചേർത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് എരിവില്ലാത്ത മുളക് പൊടിയാണ്, കാശ്മീരി ചില്ലി പൗഡർ 1 ടീസ്പൂൺ ചേർത്തു. 1/2 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതേപോലെ 1 ടീസ്പൂൺ വിനേഗർ, 4 ടേബിൾ സ്പൂൺ തൈര്, ഇത് ഇത്രയുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കി എടുക്കണം. ഈ മസാലകളെല്ലാം എല്ലാ ഭാഗത്തും നന്നായിട്ട് എത്തുന്ന രീതിയിൽ മിക്സാക്കിയതിന് ശേഷം 1-2 മണിക്കൂർ, നിങ്ങൾക്ക് എത്രത്തോളം സമയമുണ്ട് അത്രയും സമയം ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചിട്ട് ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഏകദേശം 10 മുതൽ 12 മിനിറ്റാണ് മീഡിയം തീയിൽ ഇതിൻ്റെ കുക്കിംഗ് ടൈം. അതിനിടയിൽ 2-3 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും ഇട്ട് എല്ലാ ഭാഗവും നന്നായിട്ട് കുക്കാക്കി എടുക്കണം. അതായത് ഫ്രൈ ആക്കിയിട്ട് എടുക്കണം. നല്ലപോലെ ഡ്രൈ ഫ്രൈ ആവണ്ട, നല്ല ജ്യൂസി ആയിട്ട് ഇത് ഫ്രൈ ആക്കിയിട്ട് എടുക്കണം. അങ്ങനെയാകുമ്പോഴാണ് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ഉണ്ടാവല്. ഇതാ ഞാൻ ആദ്യത്തെ 1 പ്രാവശ്യം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. വീണ്ടും നമുക്കിതേപോലെ മൂടി വെച്ചതിന് ശേഷം നന്നായിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ഈ മസാല ഇവിടെ റെഡിയായി. ഇതാ ഞാൻ വീണ്ടും മൂടി വെച്ചു. എന്നിട്ട് ഓപ്പൺ ചെയ്ത് നോക്കിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം, നല്ല സ്മോക്കിൻ്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ചിരട്ടയോ അല്ലെങ്കിൽ ചാർക്കോളോ മറ്റോ കത്തിച്ച് ഒരു കിണ്ണത്തിൽ ഇട്ട് കൊടുക്കണം. എന്നിട്ട് അല്പം എണ്ണയും ഒഴിച്ചതിന് ശേഷം മൂടി വെക്കണം. 5 മിനിറ്റ് മൂടി വെക്കണം. അപ്പോൾ നന്നായിട്ട് ഈ സ്മോക്കിൻ്റെ ഫ്ലേവറിലും ഇതിലേക്ക് പിടിച്ച് കിട്ടും. ഈ സമയം ഫ്ലെയിം ഓഫാക്കിയിട്ടാണുള്ളത്. എന്നിട്ട് ദാ അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു പാൻ ചൂടാക്കി ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കണം. റിഫൈൻഡ് ഓയിലാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത്. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും അതേപോലെ 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്തിട്ട് ചെറിയ തീയിൽ തന്നെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് 1 ക്യാരറ്റ് ഉണ്ടല്ലോ, അത് വളരെ തിന്നായിട്ട് നേരിയതായി അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു, അതും ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ക്യാരറ്റ് എടുത്ത അതേ അളവിൽ തന്നെ ക്യാബേജും എടുക്കണം, അതും വളരെ തിന്നായിട്ട് അരിഞ്ഞെടുക്കണം. കൂടുതൽ കട്ടിക്കായാൽ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ നേരിയതായി അരിഞ്ഞ സവാള 1 അത് നീളത്തിൽ തന്നെ അരിഞ്ഞെടുക്കണം, അതും കൂടി ചേർത്ത് 1 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. ദാ ഇപ്പോൾ നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. ഞാൻ മീഡിയം തീയിലാണ് വെച്ചിട്ടുള്ളത്. വെജിറ്റബിൾ 1 മിനിറ്റ് ഒന്ന് കുക്കാക്കിയതിന് ശേഷം ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അകത്തുള്ള സീഡ്സ് എല്ലാം മാറ്റിയതിന് ശേഷം നീളത്തിൽ അരിഞ്ഞെടുക്കണം. 1 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 1 ക്യാപ്സിക്കം, അതും നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടി ടോട്ടൽ 2 മിനിറ്റ് മാത്രമാണ് വേവിച്ചെടുക്കേണ്ടത്. അതായത് ആദ്യം വെജിറ്റബിൾ 1 മിനിറ്റ് വേവിച്ചെടുത്തു, പിന്നെ തക്കാളിയും ക്യാപ്സിക്കവും ചേർത്തു. ജസ്റ്റ് ഒന്ന് വഴറ്റി കഴിഞ്ഞപ്പോൾ 1/2 ടീസ്പൂൺ പെപ്പർ, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ ഉപ്പ്, ഇത് ഇത്ര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വിനേഗർ, 1 ടീസ്പൂൺ സോയാ സോസ്, ഇത് അത്രയും ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കണം. സോസ് ചേർക്കുന്ന വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി, അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഫുൾ ഫ്ലെയിമിലാക്കിയതിന് ശേഷം ഒരു 10 സെക്കൻഡ് വഴറ്റി നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ഇനി ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഇതും ഒരു സൈഡിലിരിക്കട്ടെ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിലുള്ള മുട്ട ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. അതിന് വേണ്ടി ഞാൻ 2 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇനി മുട്ടയൊക്കെ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം. വളരെ കുറച്ച് ഉപ്പും അതേപോലെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, ഇത്രയും ചേർത്ത് നന്നായിട്ട് മിക്സാക്കി എടുക്കണം. ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനിൽ അല്പം എണ്ണ ചൂടാക്കിയതിന് ശേഷം ഈ മുട്ട ഒഴിച്ച് നന്നായിട്ടൊന്ന് ചിക്കി പൊരിച്ചെടുക്കണം. വളരെ ചെറിയ പൊടിയാവണ്ട, അല്പം വലിയ കഷ്ണാക്കിയിട്ട് ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുത്താൽ മതി. ആ വീഡിയോയിൽ കാണുന്ന രീതി ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഇനി ഇതും ഒരു പാത്രത്തിലേക്ക് മാറ്റി ഒരു സൈഡിലേക്ക് വെക്കാം. ഇനി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ബസ്മതി റൈസാണ്, ബിരിയാണി റൈസ്, അത് 1 കപ്പാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതെന്ത് ചെയ്യണം, ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്ത്
നല്ലപോലെ കഴുകി 1 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അരി ഒന്ന് കുതിർന്ന് കിട്ടണം. ഇനി ആവശ്യത്തിനുള്ള വെള്ളം തിളപ്പിച്ചെടുക്കാം. 3.5 കപ്പ് വെള്ളമാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ ഗരം മസാല, അതായത് പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ബേ ലീഫ്, തക്കോലം, ജാതിപത്രി, ചെറിയ ജീരകം 1/2 ടീസ്പൂണും വലിയ ജീരകം 1/2 ടീസ്പൂണും. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് 3/4 ടേബിൾ സ്പൂൺ ഉപ്പാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. 1 ടേബിൾ സ്പൂൺ ഓയിലും അതേപോലെ 1 ചെറുനാരങ്ങയുടെ പകുതി ഭാഗം അത് പിഴിഞ്ഞ് തൊണ്ടോട് കൂടി ചേർത്ത് കൊടുക്കണം. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. 5 ഏലക്ക, 5 ഗ്രാമ്പു, 2 പീസ് തക്കോലം, അതേപോലെ 2 പീസ് ജാതിപത്രി, 2 പീസ് പട്ട. ഇത് ഇത്രയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഇനി വെള്ളം നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ഇതിലേക്ക് അരിയിട്ട് കൊടുക്കണം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ അരിയെല്ലാം വീണ്ടും ഒന്ന് കഴുകിയിട്ട് വെള്ളം വാർന്നു പോകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. വെള്ളം തിളച്ച് കഴിയുമ്പോൾ ഈ അരി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. അരി ഇട്ടാൽ പെട്ടെന്ന് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിയിലുണ്ടല്ലോ പെട്ടെന്ന് തന്നെ കട്ട കെട്ടും, ഒരു ബോൾ പോലെ ഉരുണ്ട് വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അരി ചേർത്താൽ പെട്ടെന്ന് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. എന്നിട്ട് ഒന്ന് തിള വരുമല്ലോ, തിള വന്നതിന് ശേഷം മാത്രം മൂടി വെക്കണം. എന്നിട്ട് 8 മിനിറ്റാണ് ഇത് വേവിക്കേണ്ട സമയം. ചിലപ്പോൾ 7 മിനിറ്റ് കൊണ്ട് തന്നെ വെന്ത് കിട്ടും. ഓരോ അരിക്കും ഓരോ അളവാണ് വേവിന്, അതുകൊണ്ട് 7 മിനിറ്റ് ആകുമ്പോൾ തന്നെ നോക്കണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു പാത്രത്തിലേക്ക് ഊറ്റി വെക്കണം. ഞാനിവിടെ 8 മിനിറ്റ് ആകുമ്പോഴാണ് ഊറ്റിയെടുത്തിട്ടുള്ളത്. ഇനി അത് അവിടെ ഇരിക്കട്ടെ, നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടി അല്പം എണ്ണ ഒഴിച്ചു കൊടുത്തു. റിഫൈൻഡ് ഓയിലാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത്. എന്നിട്ട് 1 ടീസ്പൂൺ ഇഞ്ചി, 1 ടീസ്പൂൺ വെളുത്തുള്ളി, 1 സവാളയുടെ പകുതി ഭാഗം ഇത്രയും ചേർത്ത് കൊടുത്തു. ചെറിയ ഒരു ക്യാരറ്റ്, വലുതാണെങ്കിൽ പകുതി മതി, അതും വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കണം. ഈ വെജിറ്റബിൾസ് ഒന്നും കൂടുതൽ കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എന്നിട്ട് നമ്മൾ ക്യാരറ്റ് ചേർത്തില്ലേ, അതിനേക്കാളും കുറച്ച് കുറവ് മതി ക്യാബേജ്, അതും കൂടി ചേർത്ത് വീണ്ടും ഒന്ന് സോട്ട് ചെയ്തെടുക്കണം. ഇനി 1 പച്ചമുളക്, അതും വളരെ ചെറുതായിട്ട് തന്നെ ഞാൻ അരിഞ്ഞ് ചേർത്ത് കൊടുത്തു. ഇനി അതും കൂടി സോട്ട് ചെയ്യണം. എണ്ണയെല്ലാം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം. പിന്നെ 1 ക്യാപ്സിക്കം, ചെറിയൊരു ക്യാപ്സിക്കമാണ്, അതെടുത്തിട്ട് നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് അതും ചേർത്ത് കൊടുത്തു. പിന്നെ 1 ടീസ്പൂൺ പെപ്പർ, 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ 1 ടേബിൾ സ്പൂൺ സോയാ സോസും കൂടി ചേർത്ത് കൊടുത്തു. 1 ടീസ്പൂൺ വിനേഗർ, പിന്നെ ഈ മസാലയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് അതും കൂടി ചേർത്തിട്ട് പെട്ടെന്ന് തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. ഞാൻ ഫുൾ തീയിലാണ് ഇപ്പോൾ വെച്ചിട്ടുള്ളത്. കരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം. ഇത് ഏകദേശം 1-1.5 മിനിറ്റ്, കൂടുതൽ സമയം കുക്ക് ചെയ്യേണ്ട. എന്നിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന അരി ഉണ്ടല്ലോ, ചോറ്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഫുൾ ഫ്ലെയിമിൽ തന്നെ ഒരു 10-30 സെക്കൻഡ് നന്നായിട്ട് ഇളക്കി മിക്സാക്കി എടുക്കണം. ഈ വെജിറ്റബിൾസും ചോറും എരിവും മുളകും എല്ലാം എല്ലാ ഭാഗത്തും ഒരുപോലെ എത്തണം. ആ രീതിയിൽ ഒന്ന് വഴറ്റിയെടുക്കണം. ഇവിടെ ചോറൊക്കെ റെഡിയായി കഴിഞ്ഞു. മാറ്റി വെച്ചിരിക്കുന്ന മുട്ടയുണ്ടല്ലോ, അതിലേക്ക് ചേർത്തു. അല്പം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്, ബാക്കിയെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തു. അതേപോലെ തന്നെ ഫ്രഷ് ആയിട്ടുള്ള മല്ലിയില ഉണ്ടല്ലോ, അതും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തു. ഗൈസ്, ഇവിടെ ഫ്രൈഡ് റൈസും റെഡിയായി വന്നിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു സോസാണ്. അത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് മയോണൈസ് ആവശ്യമുണ്ട്. 1/2 കപ്പ് മയോണൈസ് എടുക്കണം. ഞാനിവിടെ റെഡിമെയ്ഡ് മയോണൈസാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മുട്ട വെച്ച് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അപ്പം നിങ്ങൾക്ക് എത്രത്തോളം വേണം മയോണൈസ്, അത്രയും ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇതിലേക്ക് ബാക്കിയുള്ള സാധനമെല്ലാം ചേർത്തിട്ടൊന്ന് മിക്സാക്കി എടുക്കാനുണ്ട്. അപ്പോഴാണ് ഈ സോസിന് ടേസ്റ്റ് കൂടുന്നത്. അറബിക് മസാല ഞാൻ കുറച്ച് ഇട്ട് കൊടുത്തു. ഇനി 1/2 ടീസ്പൂൺ വിനാഗിരിയും കൂടി ചേർത്ത് കൊടുത്തു. ഹോട്ട് സ്വീറ്റ് ടൊമാറ്റോ സോസ് എന്നും പറഞ്ഞിട്ട് വാങ്ങാൻ കിട്ടും. അത് ഞാൻ എന്ത് ചെയ്തു, 1 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തു. പിന്നെ 1 സാഷെ കെച്ചപ്പ് ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുത്തു. ഇനി ഹോട്ട് സോസ് നിങ്ങളെ കയ്യിലില്ല എങ്കിൽ തക്കാളി സോസും ഇതേപോലെ പിന്നെ കെച്ചപ്പും ചേർത്ത് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഒറിഗാനോ, കുറച്ച് ക്രഷ്ഡ് ചില്ലി, അതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തപ്പോൾ നമ്മുടെ സോസ് ഇവിടെ റെഡിയായി. ഇനി നമുക്കിത് അറേഞ്ച് ചെയ്തെടുക്കാം. ഒരു പാത്രത്തിൽ നമ്മൾ റെഡിയാക്കി വച്ചിരിക്കുന്ന ഈ ഫ്രൈഡ് റൈസ് ഉണ്ടല്ലോ, അത് ലെവലായിട്ട് ഒന്ന് ഇട്ട് കൊടുത്ത ശേഷം കുറച്ച് മുട്ട സ്ക്രാമ്പിൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അതും ഞാൻ മുകളിൽ ഇങ്ങനെ വിതറിക്കൊടുത്തു, ചെറിയൊരു ലെയർ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ കാണാനൊരു ഭംഗി, ഇടയ്ക്കിടയ്ക്ക് മുട്ടയെല്ലാം കഴിക്കാൻ കിട്ടുമ്പോൾ അതൊരു ടേസ്റ്റ്. എന്നിട്ട് കുറച്ച് മല്ലിയും കൂടി ചേർത്തു. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഉണ്ടല്ലോ, അതുണ്ടല്ലോ നന്നായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കണം. മുഴുവനും ചേർത്ത് കൊടുക്കാം. വീഡിയോയിൽ കാണുന്നത് ശ്രദ്ധിച്ചാൽ മതി. ഈ രീതിയിൽ അറേഞ്ച് ചെയ്തെടുക്കണം.
പിന്നെ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നുണ്ടല്ലോ, അത് മുകളിലേക്ക് വിതറി കൊടുക്കണം. നന്നായിട്ടൊന്ന് വെച്ച് കൊടുക്കണം, ഫുള്ള് ഇട്ട് കൊടുക്കണം. ചിക്കനൊക്കെ നല്ല പോലെ ഇട്ട് കൊടുത്താൽ കൂടുതൽ ടേസ്റ്റാണ്. എന്നിട്ട് ഇതും നമ്മൾ നന്നായിട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ സോസ് ഉണ്ടല്ലോ, അത് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കണം. എല്ലാം കൂടി ആകുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. നിങ്ങൾ ഇതുവരെ കഴിച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ട ഇപ്പോൾ തന്നെ ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ നെയ്ച്ചോറ് സാധാരണ ഉണ്ടാക്കലുണ്ട്, ചിക്കൻ നമ്മളെ വീട്ടിലുണ്ടാവലുണ്ട്, മയോണൈസ് പിന്നെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയും. ഇതൊക്കെ ഹോട്ടലിൽ പോയിട്ടാണ് സാധാരണ എല്ലാവരും കഴിക്കൽ. ഇനി ഹോട്ടലൊന്നും പോകണ്ട, റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ വേണമെന്നുണ്ടെങ്കിൽ അതിനേക്കാളും കുറച്ച് റിച്ച് ആയിട്ടുള്ള, അതായത് ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ. നമ്മളെല്ലാവരും പുതുമ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. പല റൈസും കഴിച്ച് കഴിച്ച് മടുത്ത സമയത്തുണ്ടല്ലോ, ഇതുപോലെ ഒരെണ്ണം ഉണ്ടാക്കി കഴിച്ച് നോക്ക്, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. കുഞ്ഞു മക്കൾക്കൊക്കെ ആണെങ്കിൽ പിന്നെ പറയേ വേണ്ട, നിങ്ങൾക്ക് ടിഫിന് കൊടുത്ത് വിടാൻ വേണ്ടിയിട്ടും ഒക്കെ അടിപൊളി ടേസ്റ്റാണ്. തീർച്ചയായിട്ടും എൻ്റെ എല്ലാ ഫ്രണ്ട്സും ഇന്ന് തന്നെ ഈ റെസിപ്പി ഉണ്ടാക്കി നോക്ക്. നോമ്പ് തുറക്കുമ്പോൾ ഉണ്ടാക്കാനും അടിപൊളിയാണ്. അപ്പോൾ വീണ്ടും കാണാം. ബൈ ബൈ.